ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒന്നുമില്ല എന്ന് അവൾ കള്ളം പറഞ്ഞു. ഒരേ റൂമിൽ താമസിച്ചിട്ടും ഞാൻ അറിയാതെ അവരുടെ ബന്ധം വല്ലാത്തൊരു പ്രൊപ്പോഷനിലെത്തിയെന്ന് ഒരു ദിവസം ഞാൻ കണ്ടു. ഉപദേശം കൊടുത്തു കേട്ടു. ഓ, അതിനു മുൻപ് അതവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താ ഇനി അതിന്റെ പേരിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെയാണ് ആ കുട്ടിയുടെ അച്ഛൻ അതിനെ ഏൽപ്പിച്ചു തന്നിട്ട് പോയിരിക്കുന്നത്. ഐ ഹാവ് സം റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നവരാ. അതെന്താ ടീച്ചർ ഓർക്കാത്തെ? നിങ്ങൾക്ക് തിരിച്ചറിവ് കൂടുതല, അവൾക്ക് തീരെ കുറവ്. എന്തിനാ കുട്ടിയെ കൂടി സ്പോയിൽ ചെയ്യുന്നത്? പാവാ അത്. എന്ത് സ്പോയിൽ ചെയ്യുന്ന നിങ്ങൾ ഈ പറയുന്നത്? അത് ഞാൻ അവളുടെ വീട്ടുകാരോട് പറഞ്ഞാൽ പോരെ? അത് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങൾ ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത്. കമ്പയിൽ നല്ലൊരു സാരി ചുറ്റി കാണിച്ചാലും അവിടെ ബൈക്ക് നിർത്തുന്ന ആളാണ് നിങ്ങൾ. കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് പറയാൻ ശ്രമിക്കണ്ടേ എലിയാമ്മേ? ലീല പാവമായിരിക്കാം. അവൾക്ക് ഈ സമുദായത്തിന്റെ വിലക്കുകളെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അവൾ തന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ഇവിടെ നിൽക്കുകയാണോ? അപ്പൂട്ടിനുള്ളപ്പോൾ എനിക്കെങ്ങനെ പേടിയില്ല. അപ്പൂട്ടൻ പറയുന്നതെന്തും അനുസരിക്കാൻ ഞാൻ ഒരുക്കവുമാണ്. ഞാൻ ലീലയല്ല, ലീലയുടെ അച്ഛനാണ് മറുപടി പറയേണ്ടത്. ഞാൻ വിവാഹം കഴിക്കുന്നത് ഏത് പെൺകുട്ടി ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് എന്റെ വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞേ, ഞങ്ങൾ പാവങ്ങളാണ്. വാ, നമുക്ക് ഹോസ്റ്റലിൽ പോവാം. ഇത് തീരുമ്പോഴേക്ക് ഇരുട്ടു. ചേച്ചി പൊയ്ക്കോളൂ, ഞാനും മൃദുലയും കൂടി വന്നോളാം. എന്ത് കാണാൻ വേണ്ടിട്ടാ താനോട് വായി നോക്കി നിൽക്കുന്നത്? ഇയാളുടെ ഈ വട്ട് കണ്ടില്ലെങ്കിൽ തനിക്കെന്ത് ഉറക്കം വരില്ലേ? ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേച്ചി നിൽക്കണ്ട. ബാക്കിയുള്ളവർ എന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ദേ കുട്ടി, തന്നെ അയാളെയും കണക്ട് ചെയ്ത് പിള്ളേർ ഇപ്പൊ തന്നെ അതും ഇതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ അങ്ങേറ് പിറകെ വെറുതെ ചുറ്റിക്കൂടി നിന്നിട്ട് ഇനി അത് വഷളാക്കണ്ട. എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. തന്റെ കാര്യങ്ങളിൽ എനിക്കും കൂടെ കുറച്ചൊരു കാര്യമുള്ളത് കൊണ്ടാണെന്ന് വെച്ചോ ഞാനിത് പറയുന്നത്. ഇവിടെ അതും ഇതും കേൾപ്പിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നാൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ പ്രശ്നമായിരിക്കില്ല. പണമുണ്ടല്ലോ, ചണ്ടി തിന്നാൻ ഏതെങ്കിലും ഒരുത്തനെ കിട്ടുമായിരിക്കും. പക്ഷേ ഞാനും ആ നാട്ടിലേക്ക് തന്നെയാ ചെല്ലേണ്ടത്. എന്നെയും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാ ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്? വർക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ വർക്ക്. കുറെ വിഡ്ഢിപ്പെമ്പിള്ളേരെ നടുക്ക് ശ്രീകൃഷ്ണൻ കളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അടവുകൾ, കോളേജിൽ നിന്നും ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് എല്ലാ കൊല്ലവും വെച്ച് നടത്തുന്നത് ഞാൻ കാണുന്നതാ. അതിന്റെ കൾമിനേഷനും എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഈ വ്യക്തല്ല ഇതുമാതിരിയുള്ള പെമ്പിള്ളേരടുത്ത് അവർക്ക് നിങ്ങളോട് ഭ്രാന്തായിരിക്കും, ആരാധനയായിരിക്കും, ആരാധന മൂത്തുള്ള ഹിസ്റ്റീരിയ ആയിരിക്കും. എനിക്കൊന്നുമില്ല. എനിക്ക് നിങ്ങളോടുള്ളത് വെറുപ്പും പുച്ഛവുമാണ്, കണ്ടംപ്റ്റ്. നിങ്ങളുടെ ഈ പ്രസൻസ് പോലും എനിക്ക് സ്റ്റിങ്കിങ് ആണ്. അതറിഞ്ഞ് സംസാരിച്ചാൽ മതി. കോംപ്ലക്സ് തീർക്കാൻ കണ്ടുപിടിച്ച ഒരു സ്ഥലം. എന്ത് കോംപ്ലക്സ്? എനിക്ക് നിങ്ങളുടെ മുൻപിൽ ഒരു കോംപ്ലക്സിന്റെ ആവശ്യമില്ല. ഏത് നിലയിൽ നോക്കിയാലും നിങ്ങൾ ഇൻഫീരിയർ. You are a dirty heap of all the primitive complexes. നിങ്ങളെ ഒരു പുരുഷനും മൈൻഡ് ചെയ്യുന്നില്ല. കാണാൻ കൊള്ളാവുന്ന പെമ്പിളർക്ക് കിട്ടുന്ന ആ റിസപ്ഷൻ നിങ്ങൾക്ക് ഒരിടത്തൊന്നും കിട്ടുന്നില്ല. അത് വേറൊരാൾക്ക് കിട്ടുമ്പോ കയറുന്ന അസൂയ കൊണ്ടാണ് നിങ്ങൾ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ആരും തിരിഞ്ഞു നോക്കാതെ നല്ല പ്രായം കടന്നു പോകുമ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ കുറെ അരിശോ അമർഷോ ഒക്കെ തോന്നും. പക്ഷെ അത് ചെലവാക്കാൻ കൊണ്ടുവരുന്ന എന്റെ അടുത്തല്ല. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറൊന്നിനെയും കിട്ടാതെ ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get lost from here, I say. വല്ലാതെ പ്രശ്നമുണ്ടെങ്കിൽ ആ റോഡിലെങ്ങാനും പോയി നിൽക്ക്. വേറൊന്നിനെയും കിട്ടാതെ ഡെസ്പറേറ്റ് ആയിട്ട് വരുന്ന ലോറി ഡ്രൈവേഴ്സിന് നിന്നെ പോലെ ഒന്നായാലും മുഷിയില്ല. Get lost from here, I say. Yes, come in.
എന്താ വീണ്ടും ലോക്കൽ ഗാർഡിയൻ കളിക്കാനാണോ, അതോ ഇന്നലത്തെ പെർഫോമൻസിന് അപ്പോളജി പറയാനോ? അപ്പോളജി നിങ്ങളോട്? നല്ല പെഡിഗ്രി ആയിരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തള്ളക്കും ജനിക്കണം, എങ്കിലേ അന്തസ്സായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ ഉള്ളൂ. ചെറ്റ ചുറ്റുപാടിൽ നിന്ന് വരുന്നവര് എത്ര പൊതിഞ്ഞോട് നടന്നാലും എപ്പോഴെങ്കിലും ആ ചെറ്റത്തരം പുറത്തു വരും. മാന്യമായിട്ട് പെരുമാറിയാൻ ഞാനും മാന്യനാ. മറ്റേ തരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ അതിനേക്കാൾ മറ്റവനാ. ചെറ്റകൾ ഇവിടെ വന്നാലുടൻ നേരെ നിങ്ങളുടെ ബെഡിലേക്ക് ഓടുന്ന അവളുമാരാ. അത്തരക്കാരെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. ഇനി പഠിച്ചോളൂ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അങ്ങനെ നീ മിടുക്കിയായിട്ട് പോയാല് അത് ശരിയാകില്ല. ഇത്രയും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് എന്റെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. നിന്നോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഒരു മരക്കഷണത്തോട് തോന്നുന്ന വികാരം പോലും നിന്റെ ശരീരത്തോട് എനിക്ക് തോന്നുന്നില്ല. യു ആർ എ തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് ബിച്ച്, ഐ നോ ദാറ്റ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എന്റെ കരണത്തടിച്ചിട്ട് ഒരു പെണ്ണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നിന്റെ മുമ്പിൽ തലപൊക്കി നിൽക്കാൻ പറ്റില്ല. ഒരു പെണ്ണിന്റെ കണ്ണിലേക്കും എനിക്ക് പിന്നെ ഒരു ആണായിട്ട് നിന്ന് നോക്കാൻ പറ്റാതാവും. അതുകൊണ്ടാ ഒന്ന് പോയിക്കൂടെ ഇറങ്ങി?